ഹലോ മൈ ലവ്ലി ഹ്യൂമൻസ്. ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ന്യൂസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഞങ്ങളുടെ എയർലൈനിൽ ഫ്ലൈറ്റ് യാത്രയ്ക്കിടെ ഒരു കുഞ്ഞു ബേബീൻ്റെ ഡെലിവറി നടന്നത് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? മസ്കറ്റ് ബോംബെ സെക്ടറിലാണ് ഈ ഒരു ഹാപ്പി ന്യൂസ് ഉണ്ടായത്. കേൾക്കാൻ സന്തോഷമുള്ള കാര്യമാണെങ്കിലും ക്യാബിൻ ക്രൂ എല്ലാതും ഇതിന് പ്രിപ്പയർഡ് ആണ് എന്നുണ്ടെങ്കിലും ഇത് ഒരുപാട് റിസ്കി ആയിട്ടുള്ള ഒരു എലമെൻ്റ് ആണെന്നും കൂടെ ട്രാവൽ ചെയ്യുന്നവർക്ക് ഒരുപാട് ടെൻഷൻ തരുന്ന ഒരു കാര്യമാണെന്നും നമുക്കറിയാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ അറിവിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ലേഡീസ് ട്രാവൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആരെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാനായിട്ട് ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. മോസ്റ്റ് ഓഫ് ദ എയർലൈൻസിലും അപ് ടു 32 വീക്സ് വരെ മെഡിക്കൽ പേപ്പേഴ്സ് ഒന്നുമില്ലാതെ തന്നെ വിതൗട്ട് എനി പ്രോബ്ലംസ് നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാവുന്നതാണ്. 32 to 36 വീക്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ യു വിൽ ബി റിക്വയറിങ് എ മെഡിക്കൽ ക്ലിയറൻസ്. അതുപോലെ തന്നെ ഫിറ്റ് ടു ഫ്ലൈ സർട്ടിഫിക്കറ്റ് വേണം. കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല എന്നുള്ളത് ക്ലിയർ ചെയ്യുന്ന പേപ്പേഴ്സും നിങ്ങൾ ക്യാരി ചെയ്യേണ്ടതാണ്. മോസ്റ്റ് ഓഫ് ദ എയർലൈൻസിലും 36 വീക്സിന് മുകളിലാണ് നിങ്ങളുടെ പ്രഗ്നൻസി എന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് ആക്സെപ്റ്റഡ് ടു ട്രാവൽ എന്നാണ് എനിക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത്. ഇനി നിങ്ങൾ ഇതെല്ലാം ക്ലിയർ ചെയ്ത് ഓൺ ബോർഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങളുടെ കാല് കുറേ നേരം തൂക്കിയിട്ടിരിക്കുമ്പോൾ സ്വെല്ലിംഗ് ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ലെഗ് റേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് കാല് ആട്ടിക്കൊണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ തന്നെ സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്ത് നിങ്ങളുടെ വയറിന് മുകളിലല്ലാതെ വയറിന് താഴെയായിട്ട് ലൂസായിട്ട് ഫാസൻ ചെയ്തിട്ട് ഇടാം. ഡെലിവറിയൊക്കെ ആകാശത്ത് വെച്ച് നടന്നു കഴിഞ്ഞു. ഇനി കുട്ടിക്ക് ഏത് സിറ്റിസൺഷിപ്പ് കൊടുക്കും എന്നുള്ളതാണ് ചോദ്യം. നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ. അത്രയേ ഉള്ളൂ. ബൈ ബൈ.